നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് തകർത്തതായി ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവിയുടെ വെളിപ്പെടുത്തൽ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നുണക്കഥകളെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ തലവൻ അമർപ്രീത് സിംഗ് ഇന്ന് തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നത്. 92ാം എയർഫോഴ്സ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എത്രമാത്രം നാശനഷ്ടങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഉണ്ടാക്കി എന്നുള്ള വിവരം ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പുറത്തുവിട്ടത്. ഇന്ത്യ 4 ദിവസമായി നടത്തിയ ആക്രമണം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ, പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ എയർഫീൽഡുകൾ, ഇതൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ ആക്രമണത്തിൽ ഇന്ത്യ പ്രധാനമായും ഉപയോഗിച്ചത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലാണ്. ഭൂതല ഉപരിതല മിസൈൽ 300 കിലോമീറ്ററിലധികം ശേഷിയുള്ള, 300 കിലോമീറ്ററിലധികം അപ്പുറമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ തിരികെ ഭേദിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ബ്രഹ്മോസ് മിസൈലാണ് ഈ ഓപ്പറേഷനിൽ അധികമായും ഇന്ത്യ ഉപയോഗിച്ചത്. അതിന്റെ കരുത്ത്, അതിന്റെ ഗുണഫലം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യ 5 F-16 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിടുക മാത്രമല്ല, പാകിസ്ഥാനിലെ ജാക്കോബാബാദിലെ പ്രധാനപ്പെട്ട എയർഫീൽഡിലെ ഹാങ്ങർ, F-16 ഹാങ്ങർ കൂടി ഇന്ത്യ തകർത്തു എന്നും അമർപ്രീത് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, 4 ദിവസം നീണ്ട ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുത്ത മറുപടി. ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ 11 എയർഫീൽഡുകളാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ ആക്രമണം കഴിഞ്ഞ ശേഷം പാകിസ്ഥാന്റെ ഒരൊറ്റ ഫൈറ്റർ ജെറ്റുകൾക്ക് പാകിസ്ഥാനിൽ നിന്ന് പറന്നുയരാൻ കഴിഞ്ഞില്ല. കാരണം റൺവേകളൊന്നും തന്നെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നില്ല. ഇതുകൂടാതെ 9 ഭീകര കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെ, ഹിസ്ബുൾ മുജാഹിദിന്റെ ഒക്കെ കേന്ദ്രങ്ങൾ. പിന്നീട് പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ നേതാവ് തന്നെ പ്രസംഗിച്ചല്ലോ, മസൂദ് അസറിന്റെ കുടുംബത്തെ മുഴുവൻ ഇന്ത്യ അനാഥമാക്കി, ഇല്ലാതാക്കി. ഇന്ത്യ അവരെ കാലപുരിക്കയച്ചു. അപ്പോൾ പ്രതിരോധിച്ചു നിൽക്കാനോ സംരക്ഷിക്കാനോ പാകിസ്ഥാൻ സൈന്യത്തിന് കഴിഞ്ഞില്ല. ഇതായിരുന്നു ആ പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഭീകര നേതാവിന്റെ നെഞ്ചിലടിച്ചുകൊണ്ടുള്ള നിലവിളി. എന്നിട്ടും പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ കള്ളം പറയുകയാണ്. UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യയുടെ 6 റഫാൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഒരു റഫാൽ വിമാനത്തിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഈ പാകിസ്ഥാൻ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ഈ ഷഹബാസ് ഷെരീഫിന്റെ നാണം കെട്ട നുണപ്രചരണം വിശ്വസിച്ച് ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ കളിക്കാർ ഇന്ത്യയുമായുള്ള മത്സരത്തിനിടെ ആ 6 റഫാൽ വിമാനങ്ങൾ നിലം പതിക്കുന്ന രീതിയിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചു. ഇത് ഇന്ത്യൻ കളിക്കാരുടെ അമർഷത്തിനിടയാക്കി, പിന്നാലെ അത് പിരിമുറുക്കത്തിനും ഇടയാക്കി കളിക്കിടയിൽ. അപ്പോൾ ഇത്തരം നുണപ്രചരണങ്ങൾ പാകിസ്ഥാൻ നടത്തുകയാണ്. ഇപ്പോഴും പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങൾ, ഇസ്ലാമാബാദ് അടക്കമുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സേന തന്നെ ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള പാകിസ്ഥാൻ ചില മാധ്യമങ്ങളുടെ വാർത്തകൾ വലിയ കട്ടൗട്ടുകളാക്കി പ്രദർശിപ്പിക്കുകയാണ്. അത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. അപ്പോൾ പാകിസ്ഥാനിലെ നിർധനരായ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവരെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇന്ത്യയെ എന്തൊക്കെയോ ചെയ്തു നമ്മുടെ പാകിസ്ഥാൻ എന്ന്. ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴത്തെ ഇന്ത്യ യാഥാർത്ഥ്യം വെളിവാക്കിയിരിക്കുന്നു. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ 4 എണ്ണം വെടിവെച്ചിട്ടു എന്നുള്ളത് ഉറപ്പാണ്. ഒരു C-130 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടു എന്നുള്ള ഉറപ്പാണ്. F-16ന്റെ 3 ഹാങ്ങറുകൾ തകർത്തു എന്നുള്ള റെഡിയാണ്, സത്യമാണ്. നിരവധി എയർഫീൽഡുകൾ തകർത്തു. 4 വിമാനങ്ങളുടെ റഡാറുകൾ തകർത്തു. അതുപോലെ 2 വിമാനങ്ങളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, കൺട്രോൾ യൂണിറ്റുകൾ തകർത്തു. 2 വിമാനത്താവളങ്ങളും 3 ഹാങ്ങറുകളും തകർത്തു എന്നാണ് അമർപ്രീത് സിംഗ് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ.